ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും? കാരണം നമ്മൾക്ക് എത്രത്തോളം നമ്മൾ നേരത്തെ തിരിച്ചറിയുന്നോ അതിനനുസരിച്ചായിരിക്കും അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും അതുപോലെ റിക്കവറി ആവാനും പറ്റുന്നത്. അപ്പോൾ ഇത് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ആദ്യം നമ്മൾ ബ്രസ്റ്റിൽ എന്തെങ്കിലും മുഴകളായിട്ട് നമ്മൾ കാണുന്നുണ്ടോ നോക്കണം. അതായത് മുഴകൾ തന്നെ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ സൈസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഇനി മാസക്കുളിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ചില ടൈപ്പ് മുഴകളുണ്ട്, അത് മാസക്കുളി അടുക്കുന്ന സമയത്ത് കൂടും പിന്നെ കുറയും. അങ്ങനെ ഒന്നാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെങ്കിൽ മാസക്കുളിയായിട്ട് ഒരു ബന്ധവുമില്ലാതെ മുഴ ഉണ്ട്, അതിൻ്റെ സൈസ് കൂടി വരികയാണ്. അതുപോലെ തന്നെ നമ്മൾ അത് നോക്കുന്ന സമയത്ത് അതിങ്ങനെ ഫിക്സ് ചെയ്ത് നിൽക്കുകയാണ്, ഷേപ്പ് ഭയങ്കര ഇറഗുലർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തതാണ് വേദന. വേദന മാസക്കുളിയായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം ഇങ്ങനെ വേദന, ആ വേദന കൂടിക്കൂടി വരുന്നുണ്ട്. മെൻസസിന്റെ സമയത്തൊന്നുമല്ല, എല്ലാ സമയത്തും വേദന ഉണ്ട്, വേദന കൂടി വരുന്നുണ്ട്. ബ്രസ്റ്റ് മൊത്തത്തിലല്ല, ചില പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമാണ് വേദന എങ്കിൽ അതും ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തതാണ് നിപ്പിള്. നിപ്പിളിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ്, എന്തെങ്കിലും നീര് വരുന്നുണ്ടോ നോക്കണം. അത് ബ്ലഡി ടൈപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു കളറില്ലാതെ കണ്ണുനീർ പോലെ അങ്ങനെയും വരാം. ഈ ഡിസ്ചാർജ് ഒരു പർട്ടിക്കുലർ പോയിന്റ് നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞു പോവുക, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് വന്ന് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുക, അങ്ങനെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ബ്രസ്റ്റിന് നമുക്ക് മാസക്കുളിയോടനുബന്ധിച്ച്, അതായത് മാസക്കുളിന്റെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പൊക്കെ ഇങ്ങനെ വേദന തുടങ്ങുക, മാസക്കുളി കഴിയുമ്പം ആ വേദന മാറുക, അങ്ങനെയാണെങ്കിൽ വലിയ പേടിക്കേണ്ടതില്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ, അതായത് ബ്ലഡ് റിലേഷനുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ അവെയർ ആവണം. ഇനി നമ്മൾക്ക് ഈ ബ്രസ്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് നമുക്ക് വീട്ടിൽ തന്നെ നോക്കാം. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ എല്ലാ മാസവും വീട്ടിൽ തന്നെ നോക്കണം എന്നുള്ളതാണ്. ഇനി മാസക്കുളി കഴിഞ്ഞിട്ട് ഏകദേശം 5 മുതൽ 7 ദിവസം, ആ ഒരു സമയത്ത് നമ്മൾ അൺഡ്രസ് ചെയ്തിട്ട് ജസ്റ്റ് മിററിന്റെ മുമ്പിൽ നിന്നിട്ട് കൈ മേലോട്ടും താഴോട്ടും ഒക്കെ ആക്കിയിട്ട് ബ്രസ്റ്റിന് എന്തെങ്കിലും സൈസിലോ അല്ലെങ്കിൽ ഷേപ്പിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ വിരലിന്റെ പള്ള ഭാഗം വെച്ചിട്ട് നമ്മൾ ബ്രസ്റ്റിൽ അമർത്തി നോക്കണം. സർക്കുലർ, അതായത് റൗണ്ടിലും നോക്കണം, അതുപോലെ തന്നെ മേലെന്ന് താഴേക്കും നോക്കണം. എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഇങ്ങനെ മുഴ പോലെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഈ കാര്യം എല്ലാ മാസവും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എന്തെങ്കിലും നമുക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ തീർച്ചയായും നമ്മൾ ഇനീഷ്യലി കാണിച്ചിരിക്കണം. കാരണം ഇത്രത്തോളം നേരത്തെ കണ്ടുപിടിക്കുന്നോ അതാണ് നല്ലത്. കാരണം ഇത് മൂർജിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകളിലേക്കും ഈ ശ്വാസകോശത്തിലേക്കും ബ്രെയിനിലേക്കും ഒക്കെ ഈ ഒരു ക്യാൻസർ പകരാനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഡയഗ്നോസ് ചെയ്യും.